2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. നവീകരണം നടക്കുന്ന തോപ്പുംപടി ഹാർബർ പാലം മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. നവീകരണം നടക്കുന്ന തോപ്പുംപടി ഹാർബർ പാലം മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സന്ദർശിച്ചു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്നും കൊച്ചി പുതുവത്സരാഘോഷങ്ങൾക്ക് ഒരുങ്ങുന്ന അവസരത്തിൽ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു. ഇങ്ങനെ പരീക്ഷിക്കരുത് എന്നാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്. എത്ര കാലമായി കഷ്ടപ്പാട് അനുഭവിക്കുന്നു. ഇന്ന് കാലത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫിഷിംഗ് ഹാർബറിൻ്റെ അവിടം വരെ ബ്ലോക്കായിരുന്നു. കിഴക്കാണെങ്കിൽ ഗേറ്റ് അപ്പുറം അതെ പോലീസ് സ്റ്റേഷൻ വരെ. ഇത് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ ഗവൺമെൻറ് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കാലത്ത് 2015 അന്ന് തമ്പകം കൊണ്ടുവന്ന് ഈ പാലത്തിൻ്റെ ആ തടിയൊക്കെ മാറ്റിയെടുത്താണ്. കൊല്ലപ്പോഴും 9 കൊല്ലമായി. പക്ഷെ അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. ഈ പാലം ലൈറ്റ് വെഹിക്കിൾസിന് വേണ്ടി ഉപയോഗിക്കുന്ന പാലമാണെന്നാണ് PWയുടെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഇവിടെ അവർ ആ ഹൈറ്റ് ബാരിയറൊക്കെ വെച്ചുകൊണ്ട് ലൈറ്റ് വെഹിക്കിൾസ് മാത്രം ഇടുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് നടത്തണ്ടേ. അപ്പോൾ ആ മെയിൻ്റെനൻസ് നടത്താനുള്ള പണം ഉണ്ടായിട്ടാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ PP ജേക്കബ്, VH ഷിഹാബുദ്ദീൻ, UDF ചെയർമാൻ ജോൺ പഴേരി, സെൽജൻ അട്ടിപ്പേറ്റി, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സുമിത് ജോസഫ്, TP മംഗൾ, അഡ്വക്കേറ്റ് ലിജി ടൈറ്റസ്, നിശാന്ത് ജോസഫ്, പ്രശാന്ത് ജോസഫ്, വിനോദ് തമ്പി, മുഹമ്മദ് ജറീസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.